ആമി മോലു ആമി മോലു. അങ്ങനെ ഡേ 5 മോർണിംഗ്. നല്ല മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ആമി മോലാണോ? ഒരു ശുണ്ടിരി ആമിയാണോ? ആമിക്കുട്ടിയാണോ? ഒറ്റയ്ക്ക് ആടൂല്ലേ? ആമിക്ക് ആരും വേണ്ടേ? ആമിക്കുഞ്ഞ് വന്നു ആടിക്കോളൂ. ഇനി വെറും 149 രൂപയെന്ന് കണ്ടാ പറയോ ഈ മഞ്ഞ ഡ്രസ്സിന്? ഇതിന്റെ ലിങ്ക് ഞങ്ങൾ ഷെയർ ചെയ്യാം അല്ലേ? ലിങ്ക് അവൈലബിൾ അല്ലല്ലേ? ഇത് വേണ്ടവര് എവിടെ വരണം? ജയനഗർ 4th ബ്ലോക്കിൽ വന്ന്. അവൻ്റെ ഡിമാർട്ടാണ് കേട്ടോ, സോറി മാറിപ്പോയി. ബാംഗ്ലൂര് ദൊഡ്ഡക്കല്ല സാന്ദ്രയുടെ അടുത്തുള്ള ഡിമാർട്ടിൽ വന്നാൽ കിട്ടും. ഈ ഡ്രസ്സ് പിന്നെ ഞങ്ങൾ ജയനഗറിൽ നിന്ന് വാങ്ങിയതാണ്. ഓൾമോസ്റ്റ് 1000 rupees. ഹാൻഡ് വർക്ക്ഡ് ചിക്കൻ കാരി, പ്യുവർ ചിക്കൻ കാരി. ഇതെന്താ നാടൻ? ബാംഗ്ലൂരിലേക്ക് ഇറങ്ങുന്ന നാടനും പൊട്ടൊക്കെ. നമുക്ക് ഫിറ്റ് ചെയ്യാൻ സൈഡിൽ കുട്ടുസേ, നമ്മളിപ്പോ എവിടെയാ? കമ്മനഹള്ളിയിൽ ശ്രീ വെങ്കടേശ്വര ഗാർമെന്റ്സ്. ഇവിടെ ഈ ഫാക്ടറി ഔട്ട്ലെറ്റ് പോലുള്ള സംഭവമാണ്. പ്രൈസ് കുറഞ്ഞ തപ്പണം, പക്ഷെ കുറെ നല്ല പീസസ് അങ്ങനെ നമ്മൾ കണ്ടിട്ട് ലൂട്ടുസേ തിരിയൂ. എനാമറിൻ്റെയോ? ഓ യാ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കണം. കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. 6 months ബിഫോർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അന്ന് ഞാൻ വാങ്ങിച്ചത് 799, 899 അങ്ങനെ എന്താ പ്രൈസ്. ഇവിടെ ഇതിൻ്റെ പ്രൈസ് 299. സ്റ്റുഡിയോയുടെ പ്രൊഡക്റ്റ് തന്നെയാണ്, പക്ഷേ പ്രൈസ് അത്രയും ഡിഫറൻസ്. ചെറിയ എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കും ഇവിടെ ഇട്ടിട്ടുണ്ടാവുക. പക്ഷേ ആ ഡിഫക്റ്റ് നമുക്ക് ഇങ്ങനെ കാണാനൊന്നും പറ്റുന്നില്ല കേട്ടോ. How's it? മിക്കവാറും ഇവിടെയുള്ള എല്ലാ ഡ്രസ്സും പൊന്നു സെർച്ച് ചെയ്യും. അതെ, ഇത് കൊള്ളാം, കറക്റ്റ് ഫിറ്റ് ഒക്കെയാണ്, ഓക്കെയാണ്. 299. ബില്ലിംഗ്. ചായയും പപ്സും ഞങ്ങൾ ഇന്ത്യൻ കഫേ എന്നാണ് കഴിക്കാൻ പോകുന്നത്. വീണ്ടും ഞങ്ങൾ മിനിസോയിലെത്തിയിരിക്കുന്നു. മിനിസോ കമ്മനഹള്ളി. കമ്മനഹള്ളി മിനിസോയിൽ കയറി
എല്ലാ പ്രാവശ്യത്തെയും പോലെ എന്തുവാ കാണിക്കുന്നത്, മിനീസ കാണിച്ചു കൊടുക്കുക. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ജസ്റ്റ് കയറി ഇറങ്ങി ഒന്നും മനസ്സിലാക്കിട്ട് ഈ മിനീസോ ഇനിയും കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് അടി കിട്ടും ഇവരുടെ. താഴെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട്. അതെ, ഇനി അയക്ക് കയറി നോക്കട്ടെ. അമ്മ അവിടെയാണ്. അതെ, SS ഫാഷൻ ഫാക്ടറി ഔട്ട്ലെറ്റ്. നമുക്ക് ഇവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചിട്ട് പോവാ അല്ലേ? അയ്യോ, ഞങ്ങളുണ്ട്. ഐസ്ക്രീം കഴിക്കണ്ട നമുക്ക്? ഇഷ്ടപ്പെട്ടാ? ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യ. അങ്ങനെ നമ്മൾ മോളിലൊക്കെ എത്തി. ഈവനിങ് ചുമ്മാ ഇരുന്ന സമയത്ത് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ബാംഗ്ലൂർ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയായിരുന്നു. അപ്പം ഇന്നും കൂടെ കഴിഞ്ഞ് നാളെ നമ്മൾ തിരിച്ച് പോരാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പം അതിന് മുന്നേ ഏതെങ്കിലും ഒരു മോളിൽ കയറാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. ഇത് അത്യാവശ്യം ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് എല്ലാം ഉള്ള ബാംഗ്ലൂരിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് മോളാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ എന്തോ ആണ്, ഭയങ്കര ഫേമസ് മാളാണ്. പിന്നെ ഒരുപാട് കുട്ടി ഇങ്ങനത്തെ പുറത്ത് കുറച്ച് സ്റ്റോൾസ് ഉണ്ടായിരുന്നു കേട്ടോ. Hey man, Holy man, Victoria's Secret man. ചേച്ചി എടുക്കണ്ടൊക്കെ പറയണേന്ന്. അന്ന് പൊന്നൂനെ കൊണ്ട് പോകണമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ബാംഗ്ലൂർ സഫൂറയ്ക്കായി വന്നത്. ഇനി ഞങ്ങൾ ദുബായി പോവും. അപ്പോൾ അവിടുത്തെ സഫൂറയിലും കയറും. സഫൂറ എന്താ? ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിട്ടോ. പക്ഷേ എനിക്കെന്തോ അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല. കാരണം ഏട്ടൻ ദുബായി പോയ സമയത്ത് എനിക്ക് സെഫോറയുടെ 2 ലിപ്സ്റ്റിക്ക് കൊണ്ടുവന്നിരുന്നു കേട്ടോ. അത് നല്ല അടിപൊളിയായിരുന്നു, നല്ല ഷെയ്ഡും ആയിരുന്നു, ലോങ് ലാസ്റ്റിങ്ങും ആയിരുന്നു. പക്ഷേ എനിക്ക് അവിടെ എന്തോ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ വിചാരിച്ച ഷെയ്ഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനൊന്നും എടുത്തില്ല. പിന്നെ ബാത്ത് ആൻഡ് ബോഡിയിലും കയറി, അവിടെയും സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഈ മാഗ്നോലിയ ബേക്കറി എന്ന് പറയുന്നത് ബാംഗ്ലൂരുള്ളവർക്ക് അറിയുന്നുണ്ടാവും. നല്ല ഫേമസ് ബേക്കറിയാണ് അവിടുത്തെ. നല്ല ഫ്രഷ് അടിപൊളി സംഭവങ്ങളൊക്കെയാണ്. അപ്പം അഞ്ചു ചേച്ചിയാണ് അത് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 ടൈപ്പ് കേക്ക് വാങ്ങിച്ചു. അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇതിൽ കേൾക്കാം. വാനില കപ്പ് കേക്ക്സ്. വേണ്ട ഇയാളെ മാറ്റിക്കോട്ടെ നിന്റെ ഇത്രയും അടിപൊളി കപ്പ്
ബാംഗ്ലൂരിനോട് വിട പറയുന്നതിൻ്റെ മുന്നേ വേറൊരു സ്ഥലത്തൂടെ പോകാനുണ്ടായിരുന്നു. അച്ചായിയുടെ ഒരു റിലേറ്റീവിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ അവരും കുറേ ആയി വരണം എന്ന് പറയണം. അപ്പോൾ മാരേജ് കഴിഞ്ഞ് എന്താണെങ്കിലും ഇതിങ്ങനെ ഒരു ട്രിപ്പായി മാറട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി. ഇവരൊക്കെ കുഞ്ഞാകുമ്പോൾ കണ്ടതാണ് കേട്ടോ, പിന്നെ കണ്ടിട്ടില്ല. അവിടെ ഫസ്റ്റ് തന്നെ എത്തിയപ്പോൾ നമുക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ തന്നു. എല്ലാവരും നല്ല കമ്പനിയായിരുന്നു. ആദ്യമായിട്ട് കണ്ടൊരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലോണം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ണൂസ് എവിടെ നോക്കടാ? അടിപൊളി. അവനാള് സൂപ്പറാ. പണ്ടേ ഞങ്ങള് ഗെയിം കളിച്ചോണ്ടിരിക്കലായിരുന്നു ഞങ്ങള്. അപ്പൊ ഒരു എലിക്കുട്ടിയെ മാതിരി അപ്പൊ സുരേഷ് ഇതിനൊരു 6 months ആണോ? രണ്ടാസ്കിയ ഊട്ടിയൊക്കെ പോയി 2 ലൈനിങ് കൊണ്ട്. ഓക്കെ ഇത് നോക്കിയിട്ട് ഇത് ചെയ്തോ. വൈബ്രേഷൻ ചെയ്യാട്ടോ. ഓ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് ആട്ടോ. ബൈക്ക് ഓടിക്കുന്ന നോക്കിയേ. ഈ വീടിനെ പറ്റി ഞങ്ങൾക്ക് തോന്നിയ വേറൊരു കാര്യമാണ്, ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളാണ് വീട്. എന്തോ ഭയങ്കര ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ചില വീട്ടിൽ കയറുമ്പോൾ തോന്നില്ലേ, അങ്ങനെ. അപ്പം നമുക്ക് ഫുഡ് മെഗ്ന ചിക്കൻ ബിരിയാണിയും ഇതൊരു ലെമൺ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷായിരുന്നു. ഇതൊരു ടേസ്റ്റായിരുന്നു പറയാം. അത് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും വായിൽ വെള്ളം വരികയാണ്. അത്ര അടിപൊളിയായിരുന്നു. പിന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് വെഡ്ഡിങ്ങിന് അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വെഡ്ഡിങ് ഗിഫ്റ്റും കൂടെ തന്നിരുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റായിരുന്നു അത്. ഗിഫ്റ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓ നൈസ്. ഫോസിലൊക്കെ ആണല്ലോ. കളർ ഇഷ്ടപ്പെട്ടു. സ്ക്രാപ്പിൾ അത് കെട്ടാറുണ്ടോ? ഞാൻ ഏതോ ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് നോക്കിയപ്പോ സ്ക്രാപ്പിൾ അത് താങ്ക് യു സോ മച്ച്. കൺഫ്യൂഷൻ ആയിരുന്നു, സ്ക്രാപ്പിൾ അത് എടുക്കണോ. അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അവരുടെ അടുത്തും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ പറയായിരുന്നു ആദ്യമായിട്ട് കണ്ട പോലെ ഒരു ഫീലേ ഉണ്ടായിരുന്നില്ല ആരുമായിട്ടും. ഒരുപാട് വർഷത്തെ പരിചയമുള്ള പോലെ തോന്നുന്നുണ്ടായിരുന്നു സംസാരിക്കുമ്പോഴൊക്കെ എന്ന്. അത് ശരിക്കും ഞങ്ങൾക്കും ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. ചില ആൾക്കാരുടെ അടുത്ത് മാത്രമേ നമുക്ക് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുള്ളൂ. ആ ഒരു കണക്ഷൻ ഇവിടെ നിന്ന് ശരിക്കും നമുക്ക് ഫീൽ ചെയ്തായിരുന്നു. കുറച്ച് നേരമാണെങ്കിലും പെട്ടെന്ന് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതിനൊന്നും പ്രശ്നമില്ല. ഞാൻ എത്ര പേർക്ക് അപ്പൊ ടാറ്റാ ബൈ. ആ മേലെയാ. ഇവിടെ മൂന്നാള് നല്ല അഴവാ. ഇവിടെ ഫ്രീ ആ. ഈ സീറ്റ് മൂന്നാൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇതങ്ങോട്ട് മാറാം. ഞാൻ വേണം വരാം. ബൈ ടു ബാംഗ്ലൂർ. പോയാട്ടോ. ആനന്ദ് സ്വീറ്റിൽ നിന്ന് സ്വീറ്റ്സ് വാങ്ങി ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് അല്ലേ.
അതെ. ഏതിനെ പോകുന്നെന്ന് പറഞ്ഞു കൊടുക്കും. ഏതോ ഒരു ശിവാന സമുദ്രം ശിവാന സമുദ്രം നമ്മള് പ്രൊജക്ടിന്റെ ഡാമിന്റെ. അതെ, ആ പച്ചവണ്ടി മുന്നിലില്ല. KL തിരിച്ചു പോരാണ് കുറച്ച് സ്ഥലം നിൽക്കാൻ. അതെ, ലൈം ടീ അല്ലേ? നമുക്കൊക്കെ ട്രിപ്പ് പോകാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ, പക്ഷെ തിരിച്ച് വരാകുമ്പോൾ എന്താണെങ്കിലും ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ ഒരു ഫീൽ തന്നെയായിരുന്നു. കാരണം നമ്മൾ ഏകദേശം ഒരാഴ്ചയോളം ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് വരുമ്പം അത്യാവശ്യം നല്ല വിഷമമായിരുന്നു. കാരണം എല്ലാവരെയും വിട്ട് ഇങ്ങോട്ട് വീണ്ടും നമ്മുടെ ബാക്ക് ടു ലൈഫിലോട്ട് എത്താണല്ലോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പൊന്നു എവിടെ എത്തിപ്പോ? കരിങ്കലത്താണി.